ഒരു കോഡിംഗ് ഡീകോഡിംഗ് ക്വസ്റ്റ്യനൂടെ. ഇത് ഈ 13 ടൈപ്പിലെ വേറൊരു ടൈപ്പ്. ഈ 13 ടൈപ്പ് പഠിച്ചാൽ മിക്കവാറും എല്ലാ കോഡിംഗ് ഡീകോഡിംഗ് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. സോ ഇതിൽ ഏത് ടൈപ്പാണ്? ഇവിടെ ആഡിങ് എ കോമൺ നമ്പർ എന്ന് പറയുന്ന ടൈപ്പാണ്. എം എന്ന് പറയുന്ന ലെറ്ററിന്റെ ഒരു ലെറ്റർ കൂട്ടിയാൽ എൻ കിട്ടും. ഇ എന്ന് പറയുന്ന ലെറ്ററിന്റെ കൂടെ 2 ലെറ്റർ കൂട്ടിയാൽ ജി കിട്ടും. ഇ എഫ് ജി അല്ലേ? ഈ ജോട്ടി കോഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ആറിന്റെ കൂടെ 3 ലെറ്റർ കൂട്ടിയാൽ യു കിട്ടുന്നത്. ആർ എസ് ടി യു. സോ കോമൺ നമ്പർ അല്ല, സക്സസീവ് ഇൻക്രീസ് എന്ന് പറയും. സക്സസീവ് ഇൻക്രീസ്. ഒരു കോമൺ നമ്പർ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല, സക്സസീവ് ഇൻക്രീസ് ആണ്. സോ ആദ്യം 1 കൂട്ടുന്നു, പിന്നെ 2 കൂട്ടുന്നു, പിന്നെ 3 കൂട്ടുന്നു, പിന്നെ 4 കൂട്ടുന്നു, പിന്നെ 5 കൂട്ടുന്നു, പിന്നെ 6 കൂട്ടുന്നു. അങ്ങനെയാ പോകുന്നത്. എല്ലാ ലെറ്ററും നോക്കിക്കൊള്ളുക. സമയക്കുറവുകൊണ്ട് നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇതേപോലെ ഇവിടെ ചെയ്യാം. ഇ നിന്ന് 1 ലെറ്റർ കൂട്ടിയാൽ എഫ് കിട്ടും. എന്നിൽ നിന്ന് 2 ലെറ്റർ കൂട്ടിയാൽ എൽ എം എൻ ഒ പി പി കിട്ടും. ടിയിൽ നിന്ന് 3 ലെറ്റർ കൂട്ടണം. ടി യു വി ഡബ്ല്യു യു വി ഡബ്ല്യു. സോ എഫ് പി ഡബ്ല്യു വരുന്ന ഓപ്ഷൻസ് ഇത് എഫ് പി ഡബ്ല്യു അല്ല, അതുകൊണ്ട് അത് എലിമിനേറ്റ് ചെയ്യാം. അടുത്തത് എയിൽ നിന്ന് 4 ലെറ്റർ കൂട്ടണം. ഇവിടെ 1, ഇവിടെ 2 കൂട്ടണം, ഇവിടെ 3 കൂട്ടണം, അടുത്ത 4 കൂട്ടണം. എ പ്ലസ് 4 ഇസ് ഇ. 5th ലെറ്റർ ഇ. അപ്പൊ ഇ വരണം. ഇവിടെ എഫ് വരുന്ന ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. അടുത്തത് 5 ലെറ്റർ കൂട്ടണം. എൽ എം എൻ ഒ ഒ എൽ എം എൻ ഒ ഇസ് 15th ലെറ്റർ. സോ എൻ ഇസ് 14th ലെറ്റർ. 14 പ്ലസ് 5 ഇസ് 19th ലെറ്റർ. എസ് ടി. സോ എസ് ആണത്. സോ എസ് വരണം ഇവിടെ. സോ ഇവിടെയും എസ് വരുന്നുണ്ട്. സോ അടുത്തത് നോക്കണം. അടുത്ത 6 ലെറ്റർ ഇ എഫ് ജി. 7 പ്ലസ് 6 13th ലെറ്റർ. 13th ലെറ്റർ ഇസ് എം. സോ എം വരണം ഇവിടെ. ഇവിടെ എം വരുന്നില്ല. അപ്പൊ തന്നെ ഇത് എലിമിനേറ്റ് ചെയ്യാം. സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ് ഇസ് ഹൗ ഇറ്റ് ക്യാൻ ബി ഡൺ. So second option is the correct answer.